ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൺ. ഞാനിന്നിവിടെ കുറച്ച് നാടൻ പച്ച ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഗാർഡൻ ഫ്രഷ് ചീര കുറച്ച് എനിക്ക് കിട്ടിയതാണ്, നല്ല ഫ്രഷായിട്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ടൈപ്പിലുള്ള ഒരു നാടൻ കറി പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചീരക്കറി തയ്യാറാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, കടുക് പൊട്ടുന്നത് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് നടുവേ പിളർന്നത് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് സവാള അരിഞ്ഞത് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചീരയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം. ഒരു മിനിറ്റ് നമ്മൾ ചീര ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചീര അധികം വെന്ത് പോകണ്ട. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് എന്താ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. 1 കപ്പ് കഞ്ഞിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫാണ്, തീനി കത്തിക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. തുറന്നിട്ട് ഒരു തവി കൊണ്ട് ചീര ഒന്ന് നല്ലതുപോലെ ഇതുപോലെ ഉടച്ചു കൊടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നത്. ചീരയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചീര നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടിട്ട് അധിക സമയം വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരയുടെ പച്ച കളർ നഷ്ടപ്പെടും. ഈ പച്ച കളറോടുകൂടി കറി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചീര പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാകട്ടെ ഈ കറിക്ക്. കണ്ട, നല്ല കുറുകിയ ചീര പാൽക്കറി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒക്കെ ആയി കറിയുടെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. കറി റെഡിയായി. അപ്പോൾ നമ്മുടെ സിമ്പിൾ, ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചീര പാൽക്കറി തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കൊഴുപ്പുണ്ട് കറിക്ക്, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.